ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത് തേനീച്ചകൾക്ക് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നതാണ്. ഇത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം കേരളത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയമാണ്. മഴക്കാലം തേനീച്ചകളുടെ ക്ഷാമകാലം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവർക്ക് മഴയത്ത് തീറ്റ തേടി പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ വിരിഞ്ഞിരിക്കുന്ന പൂവുകൾ നന്നേ കുറവായിരിക്കും. അതുകൊണ്ട് അവക്ക് നമ്മൾ മാനുവലായിട്ട് തീറ്റ കൊടുത്ത് അവയെ പരിപാലിക്കേണ്ടത് ഒരു തേനീച്ച കർഷകന് അത്യാവശ്യമാണ്. തീറ്റ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു തേനീച്ച കോളനിയെ അത് സാരമായി ബാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഒരു തേനീച്ച കോളനിക്ക് തീറ്റ കൊടുക്കുന്നത് എന്ന് കാണാം. സാധാരണ നമ്മൾ തേനീച്ചകൾക്ക് തീറ്റയായിട്ട് കൊടുക്കാറുള്ളത് പഞ്ചസാര ലായനിയാണ്, ഷുഗർ സിറപ്പ്. ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് 1:1 എന്ന അനുപാതത്തിൽ വെള്ളവും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടാണ്. ഇത് പച്ചവെള്ളത്തിൽ പഞ്ചസാര കലക്കിയും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ പഞ്ചസാര കലക്കി തണുപ്പിച്ചിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ ഷുഗർ സിറപ്പ്, honebees സ്മോക്കർ, കുറച്ച് ചകിരി, പിന്നെ ലൈറ്റർ. നമ്മളിവിടെ 2 തേനീച്ച കോളനികൾക്ക് മാത്രമാണ് ഇന്ന് തീറ്റ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് ഷുഗർ സിറപ്പ് മാത്രമേ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അഥവാ 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് തേനീച്ച കോളനികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. തേനീച്ചപ്പെട്ടിയിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മോക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സ്മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചകൾക്ക് കുത്താനുള്ള ടെൻഡൻസി കുറയുന്നതാണ്. സ്മോക്കറിൽ ചകിരി നിറച്ച് ഒരു പേപ്പർ ഉപയോഗിച്ച് കത്തിക്കുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം കത്തിയ ശേഷം സ്മോക്കർ ക്ലോസ് ചെയ്ത് അതിലേക്ക് മാക്സിമം എയർ പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കെടാതെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തേനീച്ചക്കൂട്ടിൽ മഴ നനയുന്നത് തടയുന്നതിന് വേണ്ടി വെച്ച ഷീറ്റ് ആദ്യം അഴിച്ചു മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം തേനീച്ചക്കൂട്ടിൻ്റെ എൻട്രൻസ് ഭാഗത്തും അതുപോലെ തന്നെ അതിന് ചുറ്റുഭാഗത്തും സ്മോക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി പതുക്കെ തേനീച്ചക്കൂടിൻ്റെ അടപ്പ് എടുത്തു മാറ്റാം. അടപ്പ് എടുത്തു മാറ്റുന്ന സമയത്ത് തേനീച്ചക്കൂടിൻ്റെ ഉൾഭാഗത്തേക്ക് പുക വരുന്ന രീതിയിൽ സ്മോക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന തീറ്റയെല്ലാം അവർ കംപ്ലീറ്റ് കുടിച്ചു തീർത്തിട്ടുണ്ട്. നമ്മൾ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്, ഒരു ബ്ലൂ കളർ പാത്രം. ഈ പാത്രത്തിലാണ് തേനീച്ചകൾക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രത്തിൽ ഒരു ഉണങ്ങിയ ഇല വെച്ച് കൊടുത്തിരിക്കുന്നത് ഷുഗർ സിറപ്പിൽ വീഴാതെ അവർക്ക് സിറപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. 4 ദിവസം മുന്നേ നമ്മൾ ഈ ഒരു കോളനിയിൽ നിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു അട എടുത്തിട്ട് വേറൊരു കോളനിയിൽ, മുട്ടയും പുഴുക്കളൊന്നും ഇല്ലാത്ത ഒരു കോളനിയിലേക്ക് ഒരു അട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് നമ്മളൊരു കാലി ഫ്രെയിം ഈ ഒരു കോളനിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഹണി ചേമ്പർ നമ്മൾ എടുത്തു മാറ്റുന്നത്. മഴക്കാലത്ത് തേനീച്ചക്കൂടുകളിൽ അടപ്പൊടിയുടെ ശല്യം സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിപ്പലക അറ്റ്ലീസ്റ്റ് ഓരോ ആഴ്ചയിലും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രൂഡ് ചാമ്പർ എടുത്ത് അടിപ്പലകയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അടിപ്പലകയിൽ ഒരുപാട് തേനീച്ചകൾ നിൽക്കുന്നത് കാണാം. 2 അടപ്പുഴുക്കളെയും അവിടെ കാണാൻ സാധിച്ചു. ആ അടപ്പുഴുക്കളെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തേനീച്ചകളെ അടിപ്പലകയിൽ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്മോക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് പതുക്കെ ഊതിക്കഴിഞ്ഞാൽ അവ മാറിത്തരുന്നതാണ്. ഇനി കുറച്ച് ഇല പറിച്ചിട്ട് അടിപ്പലക ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം ബ്രൂഡ് ചാമ്പർ വീണ്ടും അടിപ്പലകയിലേക്ക് വെച്ച് അതിന് മുകളിൽ ഹണി ചാമ്പറും വെച്ച് നമുക്ക് തീറ്റ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തീറ്റ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാത്രം കംപ്ലീറ്റ് ഫില്ലാവാതെ കുറച്ച് ഗ്യാപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചക്കൂട് ക്ലോസ് ചെയ്ത് പിന്നെ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ചെറിയ രീതിയിൽ തേനീച്ചക്കൂട് ഇളകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇളകുന്ന സമയത്ത് ചിന്തിപ്പോകാനും തേനീച്ചക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു സിറപ്പാകാനും സാധ്യതയുണ്ട്. തീറ്റയ്ക്ക് കൊടുത്ത് പതുക്കെ അതിൻ്റെ ടോപ്പ് ലിഡ് വെച്ച് നമ്മൾ തേനീച്ചക്കൂട് ക്ലോസ് ചെയ്തു. ഇനി അത് 1-2 ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ വീണ്ടും അതിൻ്റെ അവസ്ഥ നോക്കി വീണ്ടും തീറ്റ കൊടുക്കും. ഇങ്ങനെയാണ് തേനീച്ചക്കൂട്ടിൽ നമ്മൾ മഴക്കാലത്ത് തീറ്റ കൊടുത്ത് അവരെ പരിപാലിക്കുന്നത്.